Friday, no. ഇതെന്തുവാടേ അക്ഷയ് മാത്രോ so beautiful, just looking like a wow. No. Finish the job. Malaysia പോണ്ടേ Until finish. Tomorrow you cannot going anywhere. Kan? Tomorrow, Friday, no. Yes, അങ്ങനെ ഞങ്ങളിപ്പോ ബഡു കേവിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ പൂവും ഒക്കെ ഉണ്ട്, ഭയങ്കര രസമുണ്ട് കാണാൻ. ശരിക്കും നമ്മുടെ ഇവിടുത്തെ ഏതോ അമ്പലത്തിലൊക്കെ വന്ന പോലെ ഉണ്ട്. അത് തന്നെ, പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലെ ഏതോ അമ്പലത്തിൽ വന്ന പോലെ ഉണ്ട്. അവിടുന്ന് തുടങ്ങിയ ലിപ്സ്റ്റിക് ഇടലായിരുന്നു. മുരുകന് ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് ഇന്ദുക്കുട്ടി പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഗണപതി ആയാലും ലിപ്സ്റ്റിക് മുഖ്യം പിക്കില്ലേ. മക്കളെ അപ്പൊ ഇതാണ് ബഡു കേവ്. ഹായ്, എന്തല്ലേ ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോവാമേ. ഇന്ദു ഈ രാജ്യത്തെ രാജകുമാരൻ മുതൽ പിച്ചക്കാരൻ വരെ എന്റെ ശിഷ്യന്മാരാ. എന്നെ തൊട്ടാൽ ഈ കോലാലംപൂരി എരിയും. ഓം ഗ്ലാനിർ ഭവതി ഭാരത്. അങ്ങനെ ഞങ്ങൾ ഈ ചെറിയ പടികൾ ഒന്ന് കേറാൻ പോവാണ്. എന്റെ പൊന്നോ. ഓക്കേ, ലെറ്റ്സ് ഗോ. തീർന്നോ? എടാ ഇതെന്തുവാടേ അക്ഷയ് മാത്രോ? അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പടികൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. മനിതക്കാതരല്ല, അല്ല അല്ല പിന്നെ അങ്ങനെ നമ്മളിതേ ബഡു കേവിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര രസമുള്ള ഈ പാറയ്ക്കൊക്കെ ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് മനസ്സിലാവുന്ന ചില സന്ദർഭങ്ങളാണ് കേട്ടോ ഇത്. ഇപ്പൊ ദേ ഇവിടെ കയറുമ്പോൾ തന്നെ കുറേ അധികം കടകൾ കാണും. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കുറേ അധികം എന്ന് പറഞ്ഞാൽ കുറേ അധികം കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അതിൻ്റെ മേളിലായിട്ട് കുറേ മങ്കീസ് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഭയങ്കര അതിൻ്റെ കൂട്ടത്തിൽ നല്ല തണുപ്പ് വരുന്നുണ്ട്. കിളികൾ എല്ലാം കൂടെ എന്തൊരു ഭംഗിയാണെന്നറിയോ, രക്ഷയില്ല. നിങ്ങൾക്ക് ഈ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
പക്ഷേ 272 സ്റ്റെപ്സാണ് നമ്മൾ കയറി വന്നത്. ഇനി ഇവിടെ ഭഗവാന്റെ അങ്ങോട്ടേക്ക് പോകാനും നിയർലി എനിക്ക് തോന്നുന്നു ഒരു 10-30 സ്റ്റെപ്സോളം ഉണ്ട്. പക്ഷെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എന്താണ് ഇവിടെ എന്നിട്ട് ഉണ്ണിക്കൂടെ കേട്ടില്ല. അച്ഛൻ ഒന്നുകൂടെ ഉറക്ക വിളി. എന്താല്ലേ രക്ഷയില്ല. എന്തൊരു വൈബ്. ശരിക്കും ഇത് വീഡിയോ ഒന്നും എടുക്കാതെ ഇങ്ങനെ ആസ്വദിച്ച് പോകണമെന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കും. ഞാൻ ചോദിച്ചാ ഇല്ല, നിങ്ങളും കാണണം. എന്നിട്ട് നിങ്ങളും ഇത് കാണാൻ വരണം. കാണേണ്ട ഐറ്റമാണ്. ഒരു രക്ഷയില്ല. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. വൺസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ഭയങ്കര രസമാണ്. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അവനെൻ്റെ കണ്ണിൽ ഒറ്റ ഒരു ഇടി. അവനെ ആ തോളത്തൊന്ന് ഞാൻ ഒന്ന് താഴെ ഇറക്കിയത്. അതിനെ കുറച്ചധികം ഇങ്ങനെ തല ഇറങ്ങി. അതായത് ഈ താഴോട്ട് ഇറങ്ങിയപ്പോഴായിരുന്നേ അമ്മേ. ഞാൻ അങ്ങനെ നമ്മൾ ബഡ് കേവ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പം ജെന്നിങ് ഹൈലാൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മറ്റേ കേബിൾ കാറും ഒക്കെ ഉണ്ട്. എനിക്ക് ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഏതാണ്ട് എന്താണ് മറ്റേ ഒരു ഹിൽ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. കാരണം വളഞ്ഞ് തിരിഞ്ഞ് ഇതിനെന്തായിരുന്നു പറയുന്നത്, സിക്സ് ആയിട്ട് എന്തിട്ട് പിൻ റോഡ് അല്ല, ഹെയർ പിൻ. അപ്പം ഇത് കേട്ടിട്ട് പുള്ളി മറ്റേ ഹെയർ പിൻ്റെ അടുത്തായിരുന്നു. എനിക്കിതൊക്കെ കാണുമ്പം ഭയങ്കരമായിട്ട് മറ്റേ കൊറിയൻ സിനിമകളിലൊക്കെ കാണുന്ന ഓരോ സ്ഥലം പോലൊക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഓർമ്മ വരും. വാമ്പയർ ഡയറീസും ഉണ്ട്. ഓക്കെ, പുള്ളിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അതായത് നമ്മൾക്ക് ജെന്നിങ് ഹൈലാൻഡിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളിവിടെ ഒരാളോട് ചോദിച്ചു. നമ്മുടെ ക്യാഷായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. സോ നമ്മളിങ്ങനെ ചോദിച്ച് പുള്ളിയുടെ 4 കാർഡ് എടുത്തു. നമ്മൾ ക്യാഷായിട്ട് പുള്ളിക്ക് പേ ചെയ്തു. സോ നല്ല മനുഷ്യരുണ്ട് നമ്മുടെ ഈ മലേഷ്യയിൽ. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ കുറേ പ്രോസസ് ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് കൈവച്ച് വളരെയധികം നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ജെന്നിങ് ഹൈലാൻഡിലെ കേബിൾ കാർ എന്ന് പറയുന്നത്. സോ യെസ്, നമ്മൾ പോവാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എന്തെല്ലാം മനുഷ്യനായിരുന്നു കേട്ടോ. പുള്ളിയുടെ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ആ കാർഡ് എടുത്ത് തന്നത് കേട്ടോ. ചക്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ കേബിൾ കാറിൽ കയറാൻ പോവാണ്. അയ്യോ എന്നെ കാണേ. അയ്യോ എന്തൊക്കെയോ സംഭവിച്ചു. അഞ്ചു അല്ല അഞ്ചു ഇന്ദു ഹൈറ്റുകളിൽ നിന്നും ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മാനെ. കുട്ടികളെ സൺകിസ്ഡ്. ഹൈറ്റുകളിൽ നിന്നും ഹൈറ്റുകളിലേക്ക് എക്സ്പ്ലോറിംഗ് മലേഷ്യ. അയ്യോ ലുക്ക് അറ്റ് മൈ സ്കിൻ. ഏതോ സ്കിൻ കെയർ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയ ലൈറ്റിംഗ് കേട്ടോ. ഹായ്, ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല കേട്ടോ. ലുക്ക്, ഇച്ചിരി ലിപ്സ്റ്റിക്കിന്റെ ബാക്കി വന്നത് കണ്ണിന് മോളി കിട്ടും. അത് മാത്രമല്ലേ. അപ്പോൾ ലോബ്സ്റ്ററിന്റെ ഒരു നൂഡിൽസ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്. ബാലുവേട്ടൻ എന്തോ റൈസിന്റെ എന്തോ സാധനം. ഇത് പോർക്കാണല്ലേ? പോർക്കല്ലേ? ഓക്കെ,
ബാലുവിന്റെ എവിടെ പരിപാടി ധരിപ്പിച്ചാലും മധുരമില്ല ഒന്നിനും. ഇതെന്താ സാധനം? ഓർക്കും റൈസും അല്ലേ മോളോ? ചിക്കൻ റൈസ്. ഞാൻ വായിക്കൊള്ളാത്ത എന്തോ ഒരു സാധനമാണ്, എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. കഴിച്ചിട്ട് പറയാൻ. എവിടെ പോയാലും ഉച്ചയ്ക്ക് ചോറ് ഉരുട്ടി കഴിക്കുന്നത് പോലെ കഴിക്കുന്നത് നിർബന്ധം. എന്താണ് ഞാൻ തലയും കുത്തി വെക്കണം. ആഹാ, ഇത് പിന്നെ നമ്മള് കേബിൾ അതിൽ കയറി എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലായിരുന്നു, പൊളിയായിരുന്നു. കേബിൾ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. യെസ്, ഞങ്ങൾക്ക് നല്ല വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചാലോ എന്നൊരു പ്ലാനിലാണ്. സോ ലെറ്റ് സീ. ഇവിടെ ഒരു മോളിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ മോളിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. നോക്കട്ടെ എന്താണെന്നുള്ളത്. ഇവിടെ അച്ചുവിന് കളിക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ടെന്നായിരുന്നു നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. അതും നോക്കണം. So yeah, it's so pretty in this. So beautiful, just looking like a wow. ജെന്നിങ് ഹൈലാൻഡിൽ പോയിട്ട് ഇവിടെ ഒരു മോളിൽ വരും. മോളിൽ വന്നിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ നിങ്ങൾ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. പക്ഷെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ 5:30 മുന്നേ ഇറങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്കാണ്. എനിക്കാണെങ്കിൽ എടുക്കാനും പറ്റുന്നില്ല കുഞ്ഞിനെ. മുട്ടിന് ഒരു ചെറിയൊരു ലെഗമൻ ടയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണക്കാണ്ട് ബാക്കിലൂടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ്. നമ്മൾ വലിയൊരു ക്യൂ കടന്നാണ് വരേണ്ടത്. അപ്പുറത്തേക്ക് നോക്കുമ്പോൾ മുറ്റത്തൊരു പൈന എന്തോരം തിരക്കുണ്ടെന്ന് അറിയാം. ഇനി എങ്ങനെയായാലും ഏറ്റവും കുറഞ്ഞതൊരു 300 പേരെങ്കിലും ഞങ്ങളുടെ മുന്നിലുണ്ട്. ഇവരെല്ലാം കൂടെ ഈ ഒരു എന്താണ് കേബിൾ കാറിലൂടെയാണ് താഴോട്ട് പോകുന്നത്. ഓ എന്തോ ഞങ്ങളുടെ പുറകെ കാണുന്ന ഈ ഒരു ഹോട്ടലാണ് വേൾഡിലെ ലാർജസ്റ്റ് ഹോട്ടൽ എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ പേര് അതെ വേൾഡില് കണ്ടോ. അത് ഇതൊരു ഭംഗിയല്ലേ. ശേഷം താഴോട്ട് പോവുകയാണ് ഗൈസ്, താഴോട്ട് പോവുകയാണ്. ഇവര് നമ്മളെ പറ്റിച്ചതാണെന്നാ തോന്നുന്നത്. 6 മണി വരെ ഉള്ളൂ എന്നല്ലേ പറഞ്ഞു. അതല്ലടാ, നമ്മളിതേ മലേഷ്യ എന്ന് പറഞ്ഞ നേപ്പാളിലാണ് തോന്നുന്നത്. താഴത്തെ നോക്ക്. ഞാൻ മറ്റേ വീട് ഓർത്തല്ലേ അങ്ങോട്ട് പോയി ബാധിച്ചെടുത്ത് പറഞ്ഞില്ലേ നമ്മള് തന്നെ. ഞാനത് ഓർത്തിട്ടാ പറഞ്ഞു. ഞങ്ങള് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അപ്പം ഉണ്ണിക്കുട്ടനും ഇന്ദുക്കുട്ടിക്കും നല്ല ക്ഷീണമായി, അവര് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ മലേഷ്യൻ നൈറ്റ് ലൈഫ് ചീപ്പ് റേറ്റ് എവിടെ എഴുതിയേക്കുന്നത്? 2 രൂപ 10 രൂപയൊക്കെ. 10 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 150 രൂപയൊക്കെ വരും. ഞാൻ ടോമിയം സൂപ്പ് വിത്ത് ചായ, അച്ചു ക്യാരറ്റ് ജ്യൂസ്. രക്ഷയില്ല, വേറെ ലെവലാണ്. എൻ്റെ പൊന്നോ എന്തൊരു ടേസ്റ്റ് എന്നറിയോ. ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതൊന്നും ഈ ടോമിയം സൂപ്പൊന്നും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ആഹാ, ഞങ്ങൾ ടോമിയം സൂപ്പൊക്കെ പറഞ്ഞു. ഞങ്ങൾ ബാലുവേട്ടൻ പറഞ്ഞു സ്വീറ്റ് വേണ്ട, സ്പൈസി മതി എന്ന് പറഞ്ഞു. മൂലം, പൂരാടം, ഉത്രാടം എല്ലാ നക്ഷത്രങ്ങളും ഒരുമിച്ച് കാണുന്ന അവസ്ഥയിലായിരിക്കുക. പക്ഷേ ടേസ്റ്റ് കാരണം കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല. അച്ചുക്കുണ്ട് ക്യാരറ്റ് ജ്യൂസ് പറഞ്ഞു, അവൻ കഴിക്കുന്നില്ല. അപ്പോൾ ഒരു ഫ്രൈഡ് ചിക്കൻ പറഞ്ഞു. അപ്പം അതിലെന്തൊക്കെയോ കോലാഹലം അവൻ നടത്തിക്കൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ മാത്രം, അതായത് നമ്മുടെ അവിടെ ഞാനൊക്കെ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇങ്ങനെ നോക്കിയും കണ്ടുമൊക്കെ കൊടുക്കത്തുള്ളൂ, എല്ലാം ഒന്നും കൊടുക്കത്തൊന്നുമില്ല. ICE CREM എന്താണെന്ന് പോലും എൻ്റെ കൊച്ചിന് അറിയത്തില്ല. ഒരു പ്രാവശ്യം
മെഗ്ഡിയുടെ മറ്റേ അതിൻ്റെ പേരിൻ്റെ സോഫ്റ്റി മാത്രമേ അവൻ കഴിച്ചിട്ടുള്ളൂ, അല്ലാതെ CREAM അവൻ കഴിച്ചിട്ടില്ല. കഴിക്കണമെന്ന് ആഗ്രഹം കാണും, എനിക്ക് പേടിയാണ്, എനിക്ക് വയ്യ. ഇനി അവന് വല്ല ചുമയും വന്നാൽ പിന്നെ എനിക്കങ്ങ് വെപ്രാളമാണ്. കുറച്ചുകൂടെ വളരട്ടെ, അവൻ തന്നെ പോയി അവൻ എന്താണെന്ന് വെച്ചാൽ കഴിച്ചോട്ടെ.